34 വർഷത്തെ സർവീസ്, 2 വർഷം ഇന്ത്യൻ എക്കണോമിക് സർവീസിൽ. അപ്പോൾ ഈ സിവിൽ സർവീസിലേക്കുള്ളത് ആദ്യമേ തന്നെ സാറ് കുട്ടിക്കാലത്തെ ചിന്തിച്ചിരുന്നോ, അതോ എങ്ങനെയായിരുന്നു അങ്ങോട്ടുള്ളൊരു പഠനവും അങ്ങോട്ടുള്ളൊരു തുടക്കവും? എനിക്ക് വാസ്തവത്തിൽ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നത് ഒരു സയൻറ്റിസ്റ്റ് ആകുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എൻജിനീയറിങ്ങിൽ ചേരാനായിട്ട് ഇതൊക്കെ വാങ്ങിച്ചതാണ്. അപ്പോൾ പിന്നെ ഉണ്ടായ ചില സാഹചര്യങ്ങളുണ്ട് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ തന്നെ എക്കണോമിക്സ് BA ചേർന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ ജോൺ മത്തായി സെൻറ്ററിൽ തൃശ്ശൂർ, അപ്പോൾ അവിടെ MA ചേർന്നു. MA കഴിഞ്ഞ വർഷം ഞാൻ ഇന്ത്യൻ എക്കണോമിക് സർവീസ് എക്സാം എഴുതിയപ്പോൾ ഞങ്ങൾ 2 പേര് അവിടെ നിന്ന് പോൾ ആൻ്റണി എന്ന് പറയുന്ന എൻ്റെ ഇമ്മീഡിയറ്റ് ജൂനിയറും എനിക്കും നല്ല റാങ്കോടുകൂടി തന്നെ ആൾ ഇന്ത്യ സെലക്ഷൻ വന്നു. പിന്നെ ഡൽഹി പോയി. അപ്പോൾ ഡൽഹി പോയ ആ സമയം, അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ സിവിൽ സർവീസ് പ്രിലിമിനറി എല്ലാം പാസ്സായിരുന്നു. പിന്നെ ഡൽഹി പോയിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി എഴുതി. സോ ഇറ്റ് കെയിം ടു IPS. അങ്ങനെയാണ് അത്. ഒന്ന് ഇപ്പോൾ ഡൽഹിയിൽ നിൽക്കുന്നവർ, എനിക്ക് കുറച്ച് സമയം നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഡൽഹി ഒരു ഇഷ്ടമില്ലാത്ത സ്ഥലമായിട്ട് തോന്നിയിരുന്നു. അപ്പോൾ ഹോം തിയേറ്ററും കൂടി കിട്ടുകയാണെങ്കിൽ അത്ര നല്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ IPSലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ഒരു ടു ബിക്കം എ സയൻറ്റിസ്റ്റ് ആയിരുന്നു. പക്ഷെ അങ്ങനെ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയും, ഇപ്പോൾ ഈ സിവിൽ സർവീസിലൊക്കെ ജോയിൻ ചെയ്യാൻ വരുന്നവരോട് പറയും, ABCD ചോയ്സ് വേണം. A കിട്ടിയില്ലെങ്കിൽ Bയിലേക്ക് പോകാൻ പറ്റണം, B കിട്ടിയില്ലെങ്കിൽ Cയിലേക്ക് പോകാൻ പറ്റണം എന്ന്. അപ്പോൾ അത് ഇറ്റ് ഹാപ്പൻ ലൈക്ക് ദാറ്റ്. അന്നത്തെ ഒരു പരിശീലന സമയത്തൊക്കെ, ട്രെയിനിങ് പീരീഡിലൊക്കെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന, കായികമായിട്ടും ഒക്കെ പെർഫോം ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട്, ഈ മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കൂടെ നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ അതെങ്ങനെയായിരുന്നു ആ അനുഭവം? അല്ല, അതെന്ന് വെച്ചാൽ ഞാനും മൊഹിന്ദർ ലാൽ എന്ന് പറയുന്ന അപ്പോൾ ഞാൻ അവിടുത്തെ അത്ലറ്റിക്സ് സ്പോർട്സ് ചാമ്പ്യനായിരുന്നു. മൊഹിന്ദർ ലാൽ നന്നായിട്ട് ഓടുന്ന, ഫിസിക്കൽ ഇതിന് നല്ലൊരു ഇതായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇംഫാലിൽ എത്തുമ്പോൾ അന്ന് ഇതേപോലെയുള്ള സൗകര്യങ്ങളില്ല. എനിക്ക് തോന്നുന്നു കുറേയധികം യാത്ര ചെയ്ത്, അന്ന് കണ്ടമന അറ്റാക്ക് ഉള്ളതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് എസ്കോട്ടും പൈലറ്റും ഒക്കെ ആയിട്ട് പോകുന്നത്. കോൺവോയ് ആണ്. അവിടെ എത്തിയപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 12 മണിയായി. അപ്പോൾ അവിടെ ഫുഡൊന്നുമില്ല. അപ്പോൾ രാത്രി ഞങ്ങൾ ടെൻറ്റിലാണ്. ഇംഫാൽ നമ്മുടെ എയർപോർട്ടിൻ്റെ സൈഡിൽ ടെൻ്റ് അടിച്ചിട്ടാണ് അവിടെ കിടക്കുന്നത്. അങ്ങനെ ടെൻറ്റിൽ രാത്രി കിടന്നു. അപ്പോൾ നേരം വെളുത്തപ്പോഴേക്കും ഇവർ വിളിച്ച് അവരുടെ ഇതുണ്ട്. അപ്പോൾ നമ്മളും നമ്മുടെ യൂണിഫോം ഇട്ട് വന്നു. അപ്പോൾ ഈ രാത്രി ഈ അവിടുത്തെ മേജർ വേറെ ആരോടോ പറയുന്നത് നമുക്ക് ഓവർഹിയർ ചെയ്യാൻ പറ്റി. അതായത് ഇവരെല്ലാം IPS പിള്ളേരാണ്, അപ്പോൾ നമ്മുടെ ട്രെയിനിങ് എങ്ങനെയുണ്ടെന്ന് ഇവരെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ അത് പഠിപ്പിച്ചു കൊടുക്കാൻ അത് കേട്ടോണ്ട്, അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 3ാമത്തെ ആൾ അത്ര ഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഋതുരാജ് എന്ന് പറയുന്ന അയാൾ പിന്നീട് IPSന്ന് രാജിവെച്ച് അയാൾ സ്വന്തമായിട്ട് ബീഹാറിലൊരു സ്കൂളും അങ്ങനെയൊക്കെ തുടങ്ങി അങ്ങനെ പോയ ആളാണ്. അപ്പോൾ ഞങ്ങൾ 2 പേരും എന്ത് ചെയ്തെന്ന് വെച്ചാൽ, കാലത്ത് അപ്പോൾ ടാർമാക്കിലാണ് ഓടുന്നത്. നമ്മുടെ പ്ലെയിൻ പോകുന്ന ആ ടാർമാക്കിൻ്റെ ഒരു അറ്റത്തു നിന്ന് മറ്ററ്റത്തേക്കാണ് തുടങ്ങുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓടിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അന്യോന്യം പറഞ്ഞു, അവരെടുത്തിരിക്കുന്ന എല്ലാ ആയുധങ്ങളും ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ശരിക്കും ഓടിക്കളയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓടി അറ്റത്തെത്തി നിന്ന് കുറേ കഴിയുമ്പോഴാണ് ഇവർ എല്ലാവരും കതച്ച് ചുമച്ചൊക്കെ വരുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മൾ ട്രെയിനിങ്, ഓഫ് കോഴ്സ് അവർ മേ ബി അവർക്ക് അങ്ങനെ ട്രെയിനിങ്ങിനുള്ള സമയമില്ലാതിരിക്കാം, അതുകൊണ്ട് കൂടിയായിരിക്കാം ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. പക്ഷെ അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ട്രെയിനിങ്ങൊക്കെ കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് പറ്റിയെന്ന് പറഞ്ഞു. നമ്മളൊരു തലേദിവസം ഇത് കേട്ടോണ്ടുള്ളൊരു വാശിക്ക് ചെയ്തതാണ്. പൊതുവെ അങ്ങനെ ഒരു പോലീസിനെ ഒരു ഇത്തിരി ഇതായിട്ട് കാണുന്നൊരു ഇതുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് പല കാര്യങ്ങളിലും അവർ സുപ്പീരിയോറിറ്റി എന്നുള്ള ഇതല്ലേ. പോലീസിന് കൂടുതലായിട്ട് വേണ്ടി വരുന്നത് ഇൻ്റലക്ച്വലായിട്ട് കൂടുതലായിട്ടുള്ളൊരു ഇതാണ്. ഇപ്പം മിലിറ്ററിക്കും വേണം ഇപ്പോൾ, കാരണം എല്ലാം ടെക്നിക്കലി ഗാഡ്ജറ്റ്സ് ആയതുകൊണ്ട് ദേ ആൾസോ റിക്വയർ. ഐ തിങ്ക്
കുറച്ച് കഴിയുന്ന സമയത്ത് എൻജിനീയറിങ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളവരും മാത്രമേ മിലിറ്ററിയിൽ ഒരു പക്ഷേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. അതേപോലെ കാഡ്ജസ് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയത് എപ്പോഴും വരും. അങ്ങനെ ചെറിയത് അവർ ദേ ആർ ഫിസിക്കലി ബെറ്റർ ദാൻ അസ് എന്നുള്ളൊരു തോന്നൽ അവർക്ക് എപ്പോഴും ഉള്ളതായിട്ട് നമുക്ക് തോന്നാറുണ്ട്.